2001 നടന്ന ഡിസ്ക്ലോഷർ പ്രോജക്റ്റ് എന്ന പൊതുപ്രസംഗത്തിൽ കാരോൾ റോസിൻ ചില പ്രധാന കാര്യങ്ങൾ പറഞ്ഞു. 1970കളിൽ വെർണർ വോൺ ബ്രൗണിനൊപ്പം ജോലി ചെയ്തിരുന്ന കാലത്ത് അദ്ദേഹം ഭാവിയിലെ സൈനികവൽക്കരണ തന്ത്രങ്ങളെക്കുറിച്ച് സംസാരിച്ചുവെന്നാണ് അവൾ പറയുന്നത്. ഭാവിയിൽ അവതരിപ്പിക്കുന്ന ലോകക്രമത്തിൽ നിരവധി ഭീഷണികൾ ഉപയോഗിച്ച് ലോകം നിയന്ത്രിക്കപ്പെടുമെന്ന് വോൺ ബ്രൗൺ വെളിപ്പെടുത്തിയതായി അവൾ വ്യക്തമാക്കുന്നു. ആദ്യം ശത്രുരാഷ്ട്രങ്ങൾ, പിന്നീട് ഭീകരവാദം, തുടർന്ന് ചെറിയ രാഷ്ട്ര ഭീഷണികൾ, പിന്നെ ആസ്റ്ററോയിഡ് ആക്രമണ ഭീഷണി, അവസാനമായി അന്യഗ്രഹ ജീവികളുടെ ഭീഷണി. ഈ ക്രമത്തിൽ അവസാന കാർഡ് എന്നത് ഏലിയൻ ഭീഷണിയാണെന്ന് അവൾ പ്രഖ്യാപിച്ചു. ലോകം വിവിധ ഭീഷണി ഘട്ടങ്ങൾ വഴി നയിക്കപ്പെടുന്നു. ലോകക്രമത്തിന്റെ ഗൂഢാലോചന പ്രകാരം ആദ്യമായി 2 ലോകമഹായുദ്ധങ്ങൾ അവർ നടത്തുകയുണ്ടായി. ഈ യുദ്ധങ്ങളിലൂടെ യേശുക്രിസ്തു തന്റെ രണ്ടാമത്തെ വരവിൽ ഭൂമിയിൽ സ്ഥാപിച്ച 1000 വർഷത്തിന്റെ തെളിവുകൾ ജനമനസ്സുകളിൽ നിന്ന് പൂർണ്ണമായി അവർ തുടച്ചു നീക്കി. പിന്നീട് ജനങ്ങളെ പേടിപ്പിച്ച് ഭരിക്കുവാൻ ഭീകരവാദം സൃഷ്ടിച്ചു. അത് നിയന്ത്രിക്കാൻ എന്ന വ്യാജേന ലോകശക്തികൾ സാധാരണ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ നടപ്പിലാക്കി. അതിനുശേഷം ചെറിയ രാഷ്ട്രീയ ഭീഷണികൾ അവതരിപ്പിച്ചുകൊണ്ട് വീണ്ടും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ഓരോ ഘട്ടവും പുതിയ സൈനിക അല്ലെങ്കിൽ രാഷ്ട്രീയ നിയന്ത്രണങ്ങൾക്ക് ന്യായീകരണമാകും. അവരുടെ അനുവാദമില്ലാതെ ഇപ്പോൾ നമുക്ക് എവിടെയും പോകുവാൻ സാധിക്കില്ല. ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും അവർ പൂർണ്ണമായി അടച്ചു കളഞ്ഞു. എല്ലാ വർഷവും അവർ നമ്മുടെ മുന്നിൽ നിരവധി യുദ്ധഭീഷണികൾ മാറി മാറി അവതരിപ്പിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ ചൈന, അമേരിക്ക റഷ്യ, ഇറാൻ ഇസ്രയേൽ, ഇസ്രയേൽ പാലസ്തീൻ, ഇങ്ങനെ നിരവധി ശത്രുതകൾ അവർ നമ്മുടെ മുന്നിൽ നിരത്തി. ഇതിനു പുറമെ മത തീവ്രവാദവും വിഭജനവും. ഇവയെല്ലാം മനുഷ്യനെ നിയന്ത്രിക്കുവാൻ കൊണ്ടുവന്ന കള്ളത്തരങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ യാതൊരു ശത്രുതയുമില്ല. അതിനുശേഷം നിരവധി ഭീഷണികൾ അവതരിപ്പിക്കപ്പെട്ടു. അവസാനമായി അന്യഗ്രഹ ജീവികളുടെ വരവ്. അത് ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നു. ജർമ്മനിയിൽ ജനിച്ച വെർണർ വോൺ ഒരു റോക്കറ്റ് എഞ്ചിനീയർ ആയിരുന്നു. അവൻ 2ാം ലോകമഹായുദ്ധ കാലത്ത് ജർമ്മനിയുടെ V2 എന്ന റോക്കറ്റ് വികസനത്തിൽ പങ്കെടുത്തു. യുദ്ധത്തിന് ശേഷം അമേരിക്കയിലേക്ക് കൊണ്ടുപോയ ഓപ്പറേഷൻ പേപ്പർ ക്ലിപ്പ് പദ്ധതിയുടെ ഭാഗമായി നാസയിൽ പ്രവർത്തിച്ചു. പിന്നീട് അപ്പോളോ ചന്ദ്രയാത്ര പദ്ധതിയുടെ സാറ്റൻ V റോക്കറ്റ് വികസനത്തിൽ മുഖ്യ പങ്ക് വഹിച്ചു. എന്നാൽ ചന്ദ്രയാത്ര സാധ്യമായ ഒരു കാര്യമല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ ഭൂമിക്ക് പുറത്ത് ബഹിരാകാശം എന്നൊന്നില്ലെന്നും ഭൂമിക്ക് മുകളിൽ താഴികക്കുടം വിരിച്ചിരിക്കുന്നുവെന്നും വെളിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തന്റെ കല്ലറയിൽ ആ സത്യം കൊത്തിവെച്ചു. ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. ലോകസംഭവങ്ങൾ ഒരു നിശ്ചിത ലോകക്രമത്തിൽ മുന്നോട്ടു പോകുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾ, ആരോഗ്യ അടിയന്തരാവസ്ഥകൾ, കാലാവസ്ഥാ പ്രതിസന്ധികൾ, സൈബർ ആക്രമണങ്ങൾ എന്നിവയ്ക്ക് ശേഷം ഉപയോഗിക്കപ്പെടുന്ന അവസാന കാർഡ് ഒരു അന്യഗ്രഹ ജീവി ആക്രമണം. അതിനെ അവർ ഇപ്പോൾ പുറത്തെടുക്കുന്നു. ലോക ജനതയെ ഒരു ഏകീകൃത ആഗോള സംവിധാനത്തിന് കീഴിൽ ഒന്നിപ്പിക്കാൻ ഒരു വലിയ ബാഹ്യ ഭീഷണി ആവശ്യമായി വരും. മനുഷ്യർ തമ്മിലുള്ള രാഷ്ട്രീയ, മത, ദേശീയ വിഭജനങ്ങൾ മറികടക്കാൻ ഭൂമിക്ക് പുറത്തുനിന്നുള്ള ഭീഷണി ഏറ്റവും ശക്തമായ പ്രേരക ശക്തിയാകുമെന്ന് അവർ മനസ്സിലാക്കുന്നു. ആദ്യം ആഗോള പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കപ്പെടും. അങ്ങനെ ലോകജനത സുരക്ഷയും സ്ഥിരതയും ആവശ്യപ്പെടുന്ന ഘട്ടത്തിലെത്തും. അതിനുശേഷം ഒരു വലിയ UFO അല്ലെങ്കിൽ ഏലിയൻ വെളിപ്പെടുത്തൽ നടക്കും. ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അതിലൂടെ കൂടുതൽ കേന്ദ്രീകൃതമായ ആഗോള ഭരണക്രമം രൂപപ്പെടും. അങ്ങനെ ലോകജനതയെ ഉത്തരദിക്കിൽ സ്ഥിതി ചെയ്യുന്ന സ്വർഗരാജ്യത്തിനെതിരെ യുദ്ധത്തിനായി ഒന്നിപ്പിക്കാൻ ഈ ബാഹ്യ ഭീഷണി അവർക്ക് ഉപയോഗിക്കാം. ഈ ഒരു കാര്യത്തെ നമുക്ക് ചില സത്യങ്ങളുമായി കോർത്തിണക്കാം. അന്യഗ്രഹ ജീവികൾ യഥാർത്ഥമല്ലെന്നും അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഒരു കൃത്രിമ അവതരണമാകാമെന്നും ചിലർ വ്യക്തമാക്കുന്നു. ബലൂൺ ഉപഗ്രഹങ്ങൾ, ഹോളോഗ്രാഫിക് പ്രൊജക്ഷനുകൾ, കൃത്രിമ ബുദ്ധി, മാധ്യമങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഒരു ആഗോള സംഭവത്തെ യഥാർത്ഥ ഏലിയൻ സമ്പർക്കമായി അവതരിപ്പിക്കുമെന്നാണ് ഈ നിലപാട്. എന്നാൽ മനുഷ്യരാശി ഏറെക്കാലമായി അന്യഗ്രഹ ജീവികളുമായി ബന്ധത്തിലാണെന്നും അജണ്ട 2030 പോലുള്ള പദ്ധതികൾ മനുഷ്യ സമൂഹത്തെ ആ സമ്പർക്കത്തിന്റെ വെളിപ്പെടുത്തലിനായി തയ്യാറാക്കുന്ന ഘട്ടങ്ങളാണെന്നും മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു. പ്രോജക്റ്റ് ബ്ലൂ ബീം എന്ന ആധുനിക സാങ്കേതികവിദ്യ മതവിശ്വാസങ്ങൾ, ആഗോള രാഷ്ട്രീയം എന്നിവയെ ഒരുമിച്ച് ചേർത്തുണ്ടാക്കിയ ഏറെ പ്രസിദ്ധമായ ഒരു ഗൂഢാലോചന ആശയമാണ്. ഭാവിയിൽ ഈ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൃത്രിമമായ ആഗോള സംഭവങ്ങൾ സൃഷ്ടിച്ച് മനുഷ്യരെ നിയന്ത്രിക്കാൻ ശ്രമം നടക്കുമെന്നതാണ് ഇതിന്റെ സാധ്യത. ലോകത്തെ ഒരു പുതിയ നിയന്ത്രണ സംവിധാനത്തിലേക്ക് 4 പ്രധാന ഘട്ടങ്ങളിലായി ഇവർ കൊണ്ടുപോകുന്നു. 1. പുരാവസ്തു അല്ലെങ്കിൽ മത പുനർവ്യാഖ്യാനം. ഈ ഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധ മതങ്ങളെയും ചരിത്ര സംഭവങ്ങളെയും തെറ്റായി വ്യാഖ്യാനിച്ച് ആളുകളുടെ വിശ്വാസങ്ങളിൽ സംശയം സൃഷ്ടിക്കുന്നു. 2. കൃത്രിമ ആഗോള ഭൂകമ്പങ്ങളും ആകാശ സംഭവങ്ങളും. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വ്യാജ പ്രകൃതി ദുരന്തങ്ങൾ, ആകാശത്ത് വലിയ ദൃശ്യങ്ങൾ എന്നിവ സൃഷ്ടിക്കുന്നു. 3. ഹോളോഗ്രാഫിക് ദൈവ പ്രത്യക്ഷീകരണം. ഏറ്റവും പ്രശസ്തമായ ഭാഗം ഇതാണ്.
ഹോളോഗ്രാം പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വിവിധ മതങ്ങളുടെ വിഗ്രഹങ്ങൾ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നതുപോലെ കാണിക്കാം. 4. ആഗോള ആശയവിനിമയ നിയന്ത്രണം. ഈ ഘട്ടത്തിൽ മനുഷ്യരെ ഭയത്തിലും ആശയക്കുഴപ്പത്തിലുമാക്കി ഒരു ഏകീകൃത ആഗോള ഭരണക്രമം സ്വീകരിക്കാൻ നിർബന്ധിതരാക്കാം. അങ്ങനെ പ്രോജക്റ്റ് ബ്ലൂ ബീം UFO-കളുമായും അന്യഗ്രഹ ജീവികളുമായും ബന്ധിപ്പിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ കൃത്രിമ UFO ആക്രമണം സൃഷ്ടിക്കപ്പെടാം. ആഗോള നിയന്ത്രണം ശക്തമാക്കാൻ ഇത് ഒരു ഉപാധിയാകാം. ലോകജനതയെ സ്വർഗരാജ്യത്തിനെതിരെ യുദ്ധത്തിനായി ഒന്നിപ്പിക്കാൻ ഈ ബാഹ്യ ഭീഷണി ഉപയോഗിക്കാം. ഇത് പലർക്കും കൗതുകകരമായ ഒരു കഥയായിരിക്കാം, എന്നാൽ വിശ്വസനീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ ഒരു സാധ്യത ആയി കാണാം. ഈ ആശയപ്രകാരം സിനിമകൾ, TV ഷോകൾ, വീഡിയോ ഗെയിമുകൾ എന്നിവ വഴി ഭാവിയിലെ സംഭവങ്ങളെക്കുറിച്ച് ജനങ്ങളെ മുൻകൂട്ടി പരിചയപ്പെടുത്തുന്നു. ഉദാഹരണത്തിന് UFO ആക്രമണ സിനിമകൾ, ആഗോള മഹാമാരികളെക്കുറിച്ചുള്ള കഥകൾ, യന്ത്രങ്ങൾ ലോകം നിയന്ത്രിക്കുന്ന കഥകൾ, മനുഷ്യരും അന്യഗ്രഹ ജീവികളും തമ്മിലുള്ള സമ്പർക്കം. ഇവ വെറും വിനോദമല്ല, മറിച്ച് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളോട് ജനങ്ങളെ മാനസികമായി പൊരുത്തപ്പെടുത്താനുള്ള ശ്രമമാണ്. അജണ്ട 2030-നെ ട്രാൻസ് ഹ്യൂമനിസം എന്ന ആശയവുമായി ബന്ധിപ്പിക്കുന്നു. ഈ ആശയമനുസരിച്ച് മനുഷ്യ ശരീരവും സാങ്കേതികവിദ്യയും കൂടുതൽ സംയോജിപ്പിക്കപ്പെടും. മസ്തിഷ്ക കമ്പ്യൂട്ടർ ഇന്റർഫേസുകൾ വികസിക്കും. ജനിതക എഡിറ്റിംഗ് സാധാരണമാകും. മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള അതിർത്തി മങ്ങിപ്പോകും. പിന്തുണക്കുന്നവർ ഇത് മനുഷ്യ പുരോഗതിയാണെന്ന് കരുതുമ്പോൾ സത്യത്തിൽ ഇത് മനുഷ്യ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നു. ഭാവിയിൽ മനുഷ്യർക്ക് പകരം AI സംവിധാനങ്ങൾ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നു. ധനകാര്യ നിയന്ത്രണം, നിയമം നടപ്പാക്കൽ, സാമൂഹിക സേവനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം AI അധിഷ്ഠിതമാകുകയും അതിലൂടെ കേന്ദ്രീകൃത നിയന്ത്രണം ശക്തമാകുകയും ചെയ്യും. ഇതിനെ പുരാതന ദൂതന്മാരുടെ വീഴ്ച എന്ന ആശയവുമായി ബന്ധിപ്പിക്കാം. ആദ്യ നാഗരികതകൾക്ക് അമാനുഷതരുടെ സ്വാധീനമുണ്ടായിരുന്നു. ലോകത്തിലെ പ്രധാന വിശ്വാസങ്ങളിലും പുരാണങ്ങളിലും അതിന്റെ സൂചനകളുണ്ട്. ഭാവിയിൽ ഒരു വെളിപ്പെടുത്തൽ വഴി മനുഷ്യചരിത്രം പുനർവ്യാഖ്യാനിക്കപ്പെടും. ഒരു കൃത്രിമ UFO പ്രതിസന്ധി സൃഷ്ടിച്ച് ലോക സർക്കാരുകൾ അടിയന്തര അധികാരങ്ങൾ കൈവശപ്പെടുത്തും. ജനങ്ങൾ സുരക്ഷയ്ക്കായി കൂടുതൽ നിയന്ത്രണങ്ങൾ അംഗീകരിക്കും. തുടർന്ന് പുതിയ ആഗോള സംവിധാനങ്ങൾ നടപ്പാക്കും. ഈ സംഭവങ്ങൾക്ക് വചനവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. ഭൂമി ഒരു ഗ്രഹമാണോ? അതെ, തീർച്ചയായും ഭൂമി ഒരു ഗ്രഹമാണ്. ഗ്രഹം എന്നാൽ ഭവനം അല്ലെങ്കിൽ വാസസ്ഥലം. എന്നാൽ ഭൂമി ചലിക്കുന്ന ഒരു പന്ത് അല്ല. ഭൂമി എന്നത് നിശ്ചലമായി നിലനിൽക്കുന്നു. ദൈവം ഭൂമിയെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചു. ഭൂമിക്ക് മുകളിൽ താഴികക്കുടം പോലെ ആകാശത്തെ ദൈവം വിരിച്ചിരിക്കുന്നു. മുകളിലെ ജലത്തെ താങ്ങി നിർത്തുന്ന ഈ ആകാശവിധാനത്തിൽ നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ദൈവം സ്ഥാപിച്ചു. ഇക്കാരണങ്ങളാൽ ഭൂമി എന്നൊരു ഗ്രഹമല്ലാതെ മറ്റു ഗ്രഹങ്ങളോ ബഹിരാകാശമോ ഇല്ല. ഗ്രഹങ്ങൾ എന്ന് നാം ഇപ്പോൾ വിളിക്കുന്നവ അലഞ്ഞു നടക്കുന്ന നക്ഷത്രങ്ങൾ മാത്രമാണ്. ധ്രുവ നക്ഷത്രം ഒഴികെ മറ്റു നക്ഷത്രങ്ങൾ ഭൂമിക്ക് മുകളിൽ വൃത്താകൃതിയിൽ ഒരേ ദിശയിൽ ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്നു. സൂര്യനും ചന്ദ്രനും അവർക്ക് നിശ്ചയിക്കപ്പെട്ട പാതയിലൂടെയും സഞ്ചരിക്കുന്നു. അതിനാൽ ബഹിരാകാശത്ത് നിന്ന് അല്ലെങ്കിൽ അന്യഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് ആരും വരില്ല. എന്നിരുന്നാലും വെള്ളപ്പൊക്കത്തിന് മുന്നേ സംഭവിച്ച ദൂതന്മാരുടെ വീഴ്ചയിൽ അതികായന്മാർ രൂപം കൊണ്ടു. അവരിൽ നിന്ന് മറ്റു പല ശക്തികളും രാക്ഷസന്മാരും വിരൂപികളും നമ്മൾക്ക് ഇപ്പോൾ പരിചയമില്ലാത്ത നിരവധി ജീവി വർഗങ്ങളും ജന്മമെടുത്തു. ക്രിസ്തുവിന്റെ 1000 വർഷത്തെ ഭരണത്തിൽ ഇത്തരം ജീവിവർഗങ്ങളും വിരൂപികളും ഭൂമിയുടെ പുറം ഭിത്തിയായ അന്റാർട്ടിക് പ്രദേശങ്ങളിലേക്ക് നാട് കടത്തപ്പെട്ടു. അവരുടെ ആക്രമണം മേലിൽ ഉണ്ടാവാതിരിക്കാനാണ് ഇത് സംഭവിച്ചത്. എന്നാൽ 1000 വർഷങ്ങളുടെ അവസാനം സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു. അങ്ങനെ അവൻ യേശുക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ഓർമ്മകൾ മനുഷ്യ മനസ്സിൽ നിന്ന് തുടച്ചുമാറ്റി. പീഡനങ്ങളിലൂടെയും യുദ്ധങ്ങളിലൂടെയും തീയിലൂടെയും ചെളി വെള്ളപ്പൊക്കത്തിലൂടെയും 1800കളിൽ അവൻ ചരിത്രത്തിൽ ഒരു റീസെറ്റ് അഥവാ പുനഃസജ്ജമാക്കൽ നടത്തി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ മുന്നിൽ നിർത്തി ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും കോളനികൾ സ്ഥാപിച്ച് ക്രിസ്തുവിന്റെ നല്ലവരായ ഭരണാധികാരികളിൽ നിന്ന് അധികാരം കയ്യിലെടുത്തു. ജനാധിപത്യം എന്ന കള്ളം അവതരിപ്പിച്ചുകൊണ്ട് സാത്താന്റെ അനുയായികളെ മുൻനിർത്തി അവൻ ഇപ്പോൾ ലോകം മുഴുവൻ ഭരിക്കുന്നു. വോട്ടിംഗ് എന്ന ആശയത്തിലൂടെ ജനങ്ങളെ ഭരിക്കുവാനുള്ള അവകാശം സാത്താൻ നേടിയെടുത്തു. തങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്ന് കരുതി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സാത്താന്റെ അനുയായികളിൽ ഒരുവനെ മാത്രമാണ്. ഉടനെ തന്നെ സാത്താൻ ലോക ജനതയെ ഒരു ഏകീകൃത ആഗോള സംവിധാനത്തിന് കീഴിൽ ഒന്നിപ്പിക്കാൻ അന്യഗ്രഹ ജീവികൾ എന്ന ഒരു വലിയ ബാഹ്യ ഭീഷണി മുന്നിൽ വെക്കും. ആ സമയത്ത് അന്റാർട്ടിക് പ്രദേശങ്ങളിൽ കഴിയുന്ന വിരൂപികൾ പുറത്തു വരുവാനുള്ള സാധ്യത വളരെയേറെയാണ്. അങ്ങനെ അന്യഗ്രഹ ജീവികളെ നശിപ്പിക്കുവാൻ എന്ന വ്യാജേനെ ഭൂമിയിലെ എല്ലാ ജനങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധർ ജീവിക്കുന്ന ഉത്തരധ്രുവത്തിലെ യേശുവിന്റെ നാട്ടിലേക്ക് യുദ്ധത്തിനായി പോകും. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവർ നശിപ്പിക്കപ്പെടും. അങ്ങനെ ലോകത്തിലെ എല്ലാ ജനങ്ങളും യേശു ക്രിസ്തു ദൈവമാണെന്ന് മനസ്സിലാക്കുകയും അവനെ ഏറ്റുപറയുകയും ചെയ്യും.
7000 വർഷങ്ങളുടെ പൂർത്തീകരണത്തിൽ നാം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ന്യായവിധി സംഭവിക്കുന്നു. അതിനുശേഷം ദൈവം നമുക്കായി ഒരുക്കിയ പുതിയ ഭൂമിയിൽ നാം ദൈവത്തോടൊപ്പം എന്നേക്കും ജീവിക്കും.